ഓം വിഷ്ണുമായ നമഃ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടിച്ചാത്തൻ സേവയെക്കുറിച്ചാണ്. ഈ കുട്ടിച്ചാത്തൻ സേവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാം, ചരിത്രകാലം മുതൽ അല്ലെങ്കിൽ പരമ്പരാഗത കാലം മുതൽ വടക്കൻ മലബാറിൽ പല സ്ഥലങ്ങളിലും കുട്ടിച്ചാത്തനെ ഇതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചില വീടുകൾ, പരമ്പരാഗതമായ വീടുകള്, മന്ത്രതന്ത്രങ്ങൾ അറിയാവുന്നവര്, അതുപോലെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. കുട്ടിച്ചാത്തനെ സേവിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും വരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടിച്ചാത്തൻ അദൃശ്യനായി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. കുട്ടിച്ചാത്തനെ നിയന്ത്രിക്കുന്നത് ചൂരൽ വടി കൊണ്ടാണെന്നൊക്കെ പണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ്. പക്ഷേ എങ്കിലും ഈ കുട്ടിച്ചാത്തൻ സേവ എന്ന് പറയുന്നത് വലിയൊരു സേവ തന്നെയാണ്. കുട്ടിച്ചാത്തനെ പിണക്കിയാൽ ഇരട്ടി ദോഷങ്ങളും ഉണ്ടാകും. ഈ വിഷ്ണുമായ ഐതിഹ്യം പ്രമാണിച്ചാണ് കുട്ടിച്ചാത്തന് വിശ്വാസങ്ങൾ വരുന്നത്. കുട്ടിച്ചാത്തൻ സ്വാമി വിശ്വാസങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ കുട്ടിച്ചാത്തന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പണ്ട് കാലത്ത് ഇതൊക്കെ വളരെ കാര്യമായി ചെയ്തിരുന്ന ഒന്നാണ്. ഇപ്പോഴും വടക്കൻ മലബാറിലൊക്കെ കുട്ടിച്ചാത്തൻ സേവയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കരിങ്കുട്ടിച്ചാത്തൻ എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞുപോയ കാലങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സന്നിധാനങ്ങളിലേക്കും വിശ്വാസികളായ പ്രാദേശിക ജനങ്ങളുടെ അതിഥികളുടെയും ഒക്കെ ഇടയിലേക്കുമേ മാന്യതയുടെ അനുഭവങ്ങൾ വളരെ എത്രമാത്രം വിശാലമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണിത്. അത്തരത്തിൽ കള്ളരിക്കൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രം എന്ന് പറയുന്ന ചരിത്രത്തിലും പുരാണത്തിലും അടുപ്പമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയുണ്ട്. ഈ ക്ഷേത്ര സേവനത്തിന് മാത്രമല്ല, അതിന്റെ ആധ്യാത്മിക വൈവിധ്യത്തോടൊപ്പം ചില രഹസ്യങ്ങൾ കൂടി തെളിയിക്കാൻ വഴിയൊരുക്കുന്നു. കണ്ണിയാവുന്ന കേരളത്തിലെ ആധ്യാത്മികമായ കേന്ദ്രങ്ങളിൽ ഒന്നായ കള്ളരിക്കൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രം വിശ്വാസികളും ഭക്തന്മാരുമായ ആത്മീയ അനുഭവങ്ങൾ പ്രാപിക്കുന്ന ഒരു സ്മാരകമായ സ്ഥലം കൂടിയാണ്. ഈ ക്ഷേത്രം വിശാലമായ അനുഗ്രഹങ്ങളും വൈശാഖ പൂജയും അവിശ്വസനീയമായ ശബ്ദങ്ങളിലൂടെ ക്ഷേമത്തിന്റെ ഒരു വാതിൽ തുറക്കുന്ന സ്ഥലവുമാണ്. വളരെ ആത്മീയ ശക്തിയാണ്. ചാത്തനെ സേവിച്ചാൽ ഉദ്ദിഷ്ടകാര്യം ഉറപ്പാണ് എന്നുള്ളതാണ് പറയുന്നത്. അടക്കയും വെറ്റിലയും കള്ളുമൊക്കെ ചാത്തൻ ഉദ്ദേശിക്കുന്ന, അപ്പൂപ്പൻ ഉദ്ദേശിക്കുന്നതൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ ഒരു അദൃശ്യമായ വലയമാണ്. വിശ്വാസികളുടെ ദൈവികമായ പ്രാർത്ഥനയുടെയും ശക്തിയുടെയും പ്രാധാന്യം കുട്ടിച്ചാത്തൻ മന്ത്രത്തിൽ കൂടി നേടിയെടുക്കാം എന്നാണ് പറയുന്നത്. ശാന്തി, സമാധാനം ഇതിനൊക്കെ വഴിയൊരുക്കുന്നു കുട്ടിച്ചാത്തൻ. ദുഃഖങ്ങൾ പരിഹരിക്കുന്നു, വീട്ടിലുണ്ടാകുന്ന നാശങ്ങൾ അതുപോലെ തന്നെ മറ്റ് കടന്നുകയറ്റങ്ങളെല്ലാം നീക്കുന്നതിനും മനസ്സിൽ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതിനും ആത്മശാന്തി പ്രാപിക്കുന്നതിനും ഈ കുട്ടിച്ചാത്തൻ മന്ത്രം പറഞ്ഞാൽ മതി. 101 പ്രാവശ്യം ദിവസേന ഉരുവിടണം, രാവിലെയും വൈകിട്ടും എന്നുള്ളതാണ്. വിഷ്ണുമായ മന്ത്രം പ്രത്യേകിച്ച് വിഷ്ണുമായനെ ആരാധിക്കുന്നു, മായൻ എന്നാണ് പറയുന്നത്, ആരാധിക്കുന്നവർക്കുള്ള ഒരു ശക്തിമയമായ മന്ത്രമാണ്. ഈ മന്ത്രം നിരന്തരമായി ജപിക്കുന്നതിലൂടെ നമുക്കൊരു പരിവേഷം, ആത്മീയ പരിവേഷം, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആത്മീയത വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഈ മന്ത്രം പ്രാർത്ഥനകളുടെ ഭാഗമായി വിശ്വാസികൾക്ക് സുഖവും സമൃദ്ധിയും എല്ലാം നൽകുന്നു. മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ദൈവത്തിന്റെ അനുഗ്രഹം എത്തിച്ചേരാൻ ഈ കുട്ടിച്ചാത്തൻ മന്ത്രം ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. കുട്ടിച്ചാത്തന്റെ മന്ത്രത്തിന്റെ ഗുണങ്ങൾ വിഷ്ണുമായ മന്ത്രം എന്നാണ് പറയുന്നത്. വിഷ്ണുമായ കുട്ടിച്ചാത്തന്റെ ഒരു മന്ത്രം ശക്തമായ ആധ്യാത്മിക മന്ത്രമാണ്. വിശ്വാസികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭ്യമാകുന്നുവെന്ന് അനുഭവസ്ഥർ പറയുന്നുണ്ട്. ഈ മന്ത്രം ജപിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്രധാന ഗുണങ്ങളൊക്കെ പറയാം. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു അടിസ്ഥിതമായ പരിഹാരമാകുന്ന കുട്ടിച്ചാത്തൻ മന്ത്രം ദൈനംദിന ജീവിതത്തിൽ ശ്രേയസ്സുകൾ കണ്ടെത്താനും ശരീരത്തിന് ശക്തി ലഭിക്കുവാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബത്തിലേക്ക് കുബേരയോഗം, സാമ്പത്തിക സമൃദ്ധി, പ്രശ്നങ്ങളെല്ലാം മാറി നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് ജീവിതം പോകും. കുട്ടിച്ചാത്തനെ സേവിച്ചാൽ ഈ മന്ത്രം ധനസമ്പത്തും സമൃദ്ധിയും പ്രാപിക്കാൻ സഹായകമാണ്. അതുപോലെ കുട്ടിച്ചാത്തൻ മന്ത്രം മനസ്സിനെ ശാന്തമാക്കുകയും ബുദ്ധിയുടെ ശ്രേഷ്ഠത ലഭിക്കുന്നതിനും സഹായിക്കുന്നു. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ മന്ത്രം ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ജീവിതത്തിൽ നിന്ന് ദുശക്തികൾക്കെതിരായ സംരക്ഷണം നൽകുന്നു, പ്രേതബാധകളെ ഒഴിപ്പിക്കുന്നു, അതുപോലെ എല്ലാ ദുശകനുകളെയും മാറ്റുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ദൈവികമായ അടുപ്പം വിഷ്ണുമായനുമായി ചേർന്ന് വെച്ചാൽ അവരുടെ പോകുന്ന വഴിക്കല്ല ഒപ്പം ഒരു അദൃശ്യനായി കുട്ടിച്ചാത്തനൊപ്പം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പണ്ട് കാലത്തെ ഐതിഹ്യങ്ങളിൽ പറയുന്നതാണ്. കുട്ടിച്ചാത്തനെ കുടിയിരുത്തിക്കുകയും കുട്ടിച്ചാത്തനെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പല 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 ആചാര്യന്മാരും പണ്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ചൂരൽ കൊണ്ടാണ് കുട്ടിച്ചാത്തനെ നിയന്ത്രിക്കുന്നതെന്നൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ആയാലും വിഷ്ണുമായ കുട്ടിച്ചാത്തന് മന്ത്രം നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ വച്ചടി കയറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. കുട്ടിച്ചാത്തൻ സേവ എന്ന് പറയുന്നത് വലിയ ഒരു സേവയാണ്. അതിന് പ്രത്യേകമായ മാനസികമായ ഒരു ദൃഢതയും അതുപോലെ മാനസികമായ തയ്യാറെടുപ്പുമൊക്കെ ആവശ്യമാണ്. ദുശക്തികളെയൊക്കെ കുട്ടിച്ചാത്തൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമുക്ക് നല്ലൊരു യോഗം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കും. മാനസികമായ തകരാറുകൾ, തെറ്റായ ബന്ധങ്ങൾ എന്നിവയാൽ ദുരിതത്തിലായ വ്യക്തികൾക്ക് ഈ മന്ത്രം പ്രകാശം നൽകും. കുടുംബം, സമുദായം എന്നിവിടങ്ങളിൽ സമാധാനം സ്ഥാപിക്കാനും സഹായിക്കുന്നു കുട്ടിച്ചാത്തൻ. അതുപോലെ കരിങ്കുട്ടിച്ചാത്തൻ എന്നൊക്കെയാണ് പറയുന്നത്.
ഈ കരിങ്കുട്ടിച്ചാത്തന്റെ സഹായത്തോടെ ജീവിതം പച്ചപിടിക്കുകയും ജീവിതം രക്ഷ പിടിക്കുകയും അതുപോലെ കുടുംബത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവുകയും കുബേര യോഗമുണ്ടാവുകയും അതുപോലെ ജീവിതം പ്രകാശമാനമാവുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിന് അടിത്തറവാകുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നും പറയാം. ഈ മന്ത്രം മതപദ്ധതികളിലും ജീവിതത്തിലും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ശക്തി നൽകും. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ മന്ത്രം ഓരോ വിശ്വാസിക്കും ആത്മീയമായ സമാധാനവും ശാന്തിയും സമൃദ്ധിയും പ്രാപിക്കാൻ വഴിവെച്ചുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ കുട്ടിച്ചാത്തൻ സേവ വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ ഒരു സുപ്രധാന ഭാഗമാണ്. ഈ സേവയിൽ വിശ്വാസികൾ ദൈവത്തോട് ചേർന്ന് വിഷ്ണുമായന്റെ അനുഗ്രഹം പ്രാപിക്കാനായി ഉപവാസം, ഹോമം തുടങ്ങി കർമ്മങ്ങൾ ആചരിക്കുക. കുട്ടിച്ചാത്തന് സേവ ദൈവിക അനുഗ്രഹവും സമൃദ്ധിയും ജീവിത ദുഃഖങ്ങളുമെല്ലാം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടിച്ചാത്തനെ സേവിച്ചാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. വിഷ്ണുമായ ചാത്തൻ എന്ന പദം ദൈവത്തിന്റെ പ്രതിനിധാനം തന്നെയാണ്. വിഷ്ണുമായന്റെ പ്രസ്താവ് ആധ്യാത്മിക പ്രാധാന്യമുള്ളതാണ്. കാരണം അവൻ മനുഷ്യന് നേരെ എല്ലാ ചിന്തകളും ഒരു ദൈവപദമാക്കുന്നു എന്ന വിശ്വാസമുണ്ട്. പുണ്യം, അനുകമ്പ, നീതി എന്നിവ കൊണ്ട് പരിഷ്കരിച്ചിരിക്കുന്ന വിഷ്ണുമായ ചാത്തന് ഉത്തമമായ ദൈവ അനുഗ്രഹത്തിന്റെ പ്രതിനിധിയാണ്. അതുപോലെ തന്നെ കള്ളരിക്കൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രം വിശ്വാസികളുടെ ആത്മീയ മാർഗത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ്. കുട്ടിച്ചാത്തൻ മന്ത്രം, കുട്ടിച്ചാത്തൻ സേവ, വിഷ്ണുമായ മന്ത്രം, വിഷ്ണുമായ ചാത്തൻ എന്നിവയൊക്കെ ഈ ക്ഷേത്രത്തിന്റെ പ്രാർത്ഥനാ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. ഇത് വടക്കൻ കേരളത്തിലെ പ്രധാന ഭാഗം കൂടിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹവും ശാന്തിയും സമാധാനവും പ്രാപിക്കുന്നതിന് ഏറെ സഹായകരമാണ് കുട്ടിച്ചാത്തൻ സേവ. വളരെ ശുദ്ധിയോടും വൃത്തിയോടും എല്ലാ ദിവസവും കുട്ടിച്ചാത്തന് വിളക്ക് വയ്ക്കുന്നവരുണ്ട്. സന്ധ്യക്കാണ് കുട്ടിച്ചാത്തന്റെ പ്രഭാവം കൂടുതൽ ഉണ്ടാവുക. ഒപ്പം വരിക. ആത്മീയമായ കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന അറിവുകൾ വെച്ച് കുട്ടിച്ചാത്തനെ സേവിച്ചാൽ ഒപ്പം നിന്ന് സാമ്പത്തികമായാലും നമ്മുടെ ഉന്നതിയായാലും ജോലിയായാലും അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള അദൃശ്യകരങ്ങളാൽ നടക്കുന്ന പല കാര്യങ്ങളും കുട്ടിച്ചാത്തൻ സേവ മൂലം നടക്കും എന്നുള്ളതാണ്. കുട്ടിച്ചാത്തന് ആത്മസമർപ്പണം നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ അങ്ങനെ ചെയ്യുന്നവരുടെ ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു പ്രഭാവം അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എപ്പോഴും സുഗന്ധപൂരിതമായ ഒരു സ്ഥലമായിരിക്കും കുട്ടിച്ചാത്തൻ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. കുട്ടിച്ചാത്തനെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വലിയ ഒരു കഴിവ് തന്നെയാണ്. അതിനും മന്ത്രങ്ങളും മന്ത്രോച്ചാരണങ്ങളും അതുപോലെ തന്നെ കുട്ടിച്ചാത്തനെ സേവിക്കുകയും തൃപ്തിപ്പെടുത്തുകയും കൊണ്ടിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചാത്തൻ എന്നാൽ ഭൂതം എന്നൊക്കെ പറയുന്നവരുമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ സമൂഹങ്ങൾക്കിടയിൽ പരമ്പരാഗതമായി നടക്കുന്ന ഒരു ആചാരമാണ് ചാത്തൻ സേവ. കാവൽ ആത്മാവായി വിശ്വസിക്കപ്പെടുന്ന ചാത്തന്റെ ആരാധനയുമായി ഇത് പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചാത്തനെ പ്രീതിപ്പെടുത്തുന്നതിനും സമൃദ്ധി, ആരോഗ്യം, ദുഷ്ടസ്വാധീനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയ്ക്കും അനുഗ്രഹം തേടുന്നതിനും ലക്ഷ്യമിട്ടുള്ള വിവിധ ചടങ്ങുകളും വഴിപാടുകളും ഈ ആചാരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഭക്തർ ദേവന് ഭക്ഷണം, പൂക്കൾ, മറ്റു വസ്തുക്കൾ എന്നിവ സമർപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ഭക്തർ ദേവതയുടെ പ്രതീകാത്മക പ്രതിദാനങ്ങൾ വഹിച്ചുകൊണ്ട് ഘോഷയാത്ര വരെ നടത്താറുണ്ട്. ചാത്തൻ എന്ന പേര് പൈശാചിക ശക്തിയുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണെന്ന ഒരു ധാരണ നൽകുന്നു. പക്ഷേ വസ്തുതാപരമായും സത്യമായും അത് തെറ്റാണ്. ശിവന്റെയും പാർവതിയുടെയും മകനാണ് ചാത്തൻ, അല്ലെങ്കിൽ വിഷ്ണുമായ. തന്റെ മാന്ത്രിക വടിയും ബഫല്ലോയും ഉപയോഗിച്ച് പ്രപഞ്ചം ചുറ്റി സഞ്ചരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബ്രാഹ്മണ സങ്കല്പത്തിന്റെ ഔചാരികതയില്ലാതെ ദരിദ്രരെ സഹായിക്കാൻ സ്വയം തീരുമാനിച്ച എന്ന് വിശ്വസിക്കുന്ന ഒരു ആത്മീയ പ്രചരണമാണ് ചാത്തൻ. പക്ഷേ കൗശലക്കാരനായ ഒരു കുട്ടിയുമായിട്ടാണ് നിങ്ങൾ ഇടപെടുന്നത് എന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ചാത്തൻ ഒരു കുട്ടിയാണ്. ഏതായാലും പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു തരത്തിലുള്ള മോശം കാര്യങ്ങളും ചാത്തൻ അനുവദിക്കില്ല എന്നതിനാൽ കർശനമായ ഔചാരികത പാലിക്കുന്ന, പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് പ്രകൃതിയോട് താരതമ്യം ചെയ്ത് പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്ന് സർവർക്കും പ്രീതി നൽകുകയും ആരാധിക്കുന്നവർക്കൊപ്പം നിന്ന് ഉദ്ദിഷ്ട കാര്യങ്ങളുമൊക്കെ സാധിക്കുന്ന ഒന്നാണ് ചാത്തന്റെ ആത്മീയ പരിവേഷം എന്നുള്ളത്. ചാത്തൻ സേവയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇനിയും അടുത്തൊരു എപ്പിസോഡിൽ വിശദമായ വിവരങ്ങളുമായി എത്താം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.